അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ കുഞ്ഞാവ് ഇതേ ഇവിടെ നിൽപ്പുണ്ട്. ദുബായ് അൽനാദയിലുള്ള സുലേഖ ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി. എല്ലാം നല്ല ഭംഗിയായിട്ടും അടിപൊളിയായിട്ട് നടന്നു. റോസമ്മ ഇവിടെ ഉണ്ട്. റോസമ്മ എല്ലാം പാക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ബാഗ് എല്ലാം തിരിച്ച് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് ഇതേ നമുക്ക് വന്നേക്കുന്ന ഗിഫ്റ്റുകളും പിന്നെ ഇവിടെ വന്ന് കാണാൻ വന്ന ആൾക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ്, പിന്നെ നമ്മൾ മേടിച്ച പിന്നെ ഇവിടുത്തെ ആക്സസറീസ്, ഫ്ലവർ എല്ലാം വെച്ചതേ ഇതാ നിൽക്കുന്നു. എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അമ്മ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല ഹോസ്പിറ്റലാണ്. ഡെലിവറി എക്സ്പീരിയൻസോ ചേട്ടന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പക്ഷെ നല്ല പെയിൻഫുൾ ആയിരുന്നു. എന്നാലും പ്രതീക്ഷിച്ച പോലെ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ദൈവാനുഗ്രഹം. അങ്ങനെ 3 ബോയ്സിന്റെ അമ്മയെ ഇതാണ് ഞങ്ങളത് 3 പേര് ചേട്ടന്മാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് വീട്ടിൽ. ഇനിയിപ്പോൾ നേരെ പോയി നമ്മുടെ ഹോം വെൽക്കമിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ നമ്മുടെ പൊന്നി പിന്നെ കാത്തു ആൻറ്റിയും കൂടെ കാര്യങ്ങളെല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട് ഒക്കെയോ പറയുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം. അപ്പോൾ സുലേഖ ഹോസ്പിറ്റലിന് ഒരു വലിയ നന്ദി. നല്ല അടിപൊളി ഫെസിലിറ്റി സർവീസൊക്കെ ആയിരുന്നു. നല്ല പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഇവിടുത്തെ ജനനി ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുത്തായിരുന്നു ഞങ്ങളുടെ ഫുള്ള് A to Z കാര്യങ്ങൾ. ഈ പ്രഗ്നൻസി ജനനി ഡോക്ടറുടെ അടുത്തായിരുന്നു ദുബായ് സുലേഖയിലുള്ള. അപ്പം ഡോക്ടർ ജെന്നിക്കും അതുപോലെ തന്നെ സിസ്റ്റർ അനീഷയ്ക്കും ഒത്തിരി നന്ദി. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്ന് ഇത് ഇവിടുന്ന് ഇറങ്ങുക. 28-ാം തീയതി വൈകുന്നേരം രാത്രി 10 മണി. ജൂൺ 28-ന് രാത്രി 10:32 റിയൻ ബേബി ഞങ്ങളുടെ അടുത്തേക്ക് വന്നേ. അതെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ കാണാം. ഇപ്പോൾ സുലേഖ ഹോസ്പിറ്റലിനോട് തൽക്കാലത്തേക്ക് ഞങ്ങൾ ബൈ. നമ്മുടെ പോസ്റ്റ് ഡെലിവറി കിട്ടിയേക്കുന്ന റൂം ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടറുണ്ട്, ഒരു ബാത്റൂം, പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ്, പിന്നെ TV. നമ്മൾ ചോദിച്ച ഫെസിലിറ്റി എല്ലാം അവർ തന്നിട്ടുണ്ട്. വർക്കിംഗ് ആയിട്ടുള്ള TV മെയിൻലി എടുത്ത് പറയണ്ടേ. ഇതുണ്ടോ. പിന്നെ ഇതായിരുന്നു നമ്മുടെ റിയോൺ ബേബീൻ്റെ പോസ്റ്റ് ഡെലിവർ ടൈം സ്പെൻഡ് ചെയ്ത റൂം. നല്ല രസമില്ലേ? പിന്നെ ഇവിടെ ബൈസ്റ്റാൻഡറൊക്കെ ഇവിടെ ഒരു കട്ടിലുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ, താഴേക്കട വണ്ടിയൊക്കെ പോകുന്നത് കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാം. നല്ല രസമായിരുന്നു. വലിയ സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് ഈ ഒരു സമയം ഞങ്ങൾ ഇവിടെ. അമ്മ ഓക്കെ, ചേട്ടന്മാർ വെയിറ്റിങ്, പൊന്നി വെയിറ്റിങ്. അപ്പോൾ പോയേക്കാം. ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞത് അവർ വന്ന് ഈവൻ ഇതുപോലെ നമ്മൾ ട്രോളി ബാഗിൽ നമുക്ക് താഴെ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്ന പോലെ വരെ ചെക്കൗട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി വരെ ഇവിടെ ഉണ്ട്. നമ്മുടെ സുലേഖ ഹോസ്പിറ്റലിൻ്റെ ഇൻസൈഡ് ഇതുണ്ടോ. നല്ല അടിപൊളി വൃത്തി, തിരക്കില്ല, മാത്രമല്ല നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ. നല്ല നല്ല അടിപൊളി ഡ്രോയിങ്സ് ഉണ്ട്, നല്ല സൂപ്പറായിട്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഹോസ്പിറ്റലിൽ പോയ ഒരു ഫീൽ ഇഷ്ടം പോലെ ഡ്രോയിങ്സ് ഉണ്ട്. കൊള്ളാം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടെൻഷൻ ഉണ്ടോ അമ്മ? ഇന്നത്തെ രാത്രിയിൽ ഉറക്കം പോലെ ഇരിക്കും അങ്ങോട്ടുള്ളത്. ഇതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ലോബി. നല്ല സൂപ്പർ വെടിക്കെട്ട് ലോബി അല്ലേ. ഒരു റിസോർട്ടിലേക്ക് ചെന്ന് കയറുന്ന പോലെ ഉണ്ട് ലോബി. അപ്പോൾ ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങുന്നു. ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യേ. ഓക്കെ. ഞങ്ങളുടെ അപ്പയ്ക്ക് വേണ്ടി വെയിറ്റിംഗ്. അപ്പം അതാ വരുന്നുണ്ട്. അപ്പ വന്നു. ഇങ്ങനെ സാധനങ്ങളെല്ലാം അപ്പം എടുത്ത് വെക്കാം.
അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് പോവാൻ ഞങ്ങളുടെ സ്വന്തം സ്വർഗത്തിലേക്ക് വന്ന് ചെല്ലുന്നു. അടിപൊളിയായിട്ട് അവര് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാലോ. മൈ ബോയ്സ് എക്സൈറ്റഡ്. ഹലോ. പൊന്നിയുണ്ട്, കാത്തുവാന്റിയുണ്ട്, കുഞ്ഞിമുത്തുണ്ട്, തൊമ്മു അതുണ്ട്. വീടൊക്കെ നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു കാത്തു ആന്റി, താങ്ക് യു പൊന്നി, താങ്ക് യു അശ്വത് ആന്റി, എല്ലാരും ഉണ്ട്. പ്രാർത്ഥിക്കണ്ടേ? കുഞ്ഞുമുത്തെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? ആണോ? വിശ്വാസതരപ്പെട്ട അങ്ങനത്തെ പ്രാർത്ഥന ബേബി ബോയിനെ വെൽക്കം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കാത്തു ആന്റി ബാ, അച്യുത് ആന്റി ബാ. ഓ മൈ ഗോഡ്, ഓ സൂപ്പർ. ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ടോ? ഇതാരാ ഡെക്കറേറ്റ് ചെയ്തേ? അപ്പൊ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തന്ന എല്ലാവർക്കും താങ്ക് യു. ആണോ? നിമിച്ചേട്ടൻ വന്നായിരുന്നോ? ആഹാ, നിമിച്ചേട്ടനാണോ? ആഹാ. അപ്പം നിബിന് ഒരു സ്പെഷ്യൽ താങ്ക് യു ബൈ ഞങ്ങളുടെ സ്വന്തം ഹൗസ് ബേബി. ചിറ്റപ്പയ്ക്കും താങ്ക് യു. ഓ മൈ ഗോഡ്, വെച്ചിട്ട് വേണം. ഓ മൈ ഗോഡ്. കുഞ്ഞുമുത്ത ചെല്ല്, കുഞ്ഞു ബേബീനെ കാണണ്ടേ? ഓ മൈ ഗോഡ്, ഇനി ഇവിടെ ബേബിയോടുള്ള സ്നേഹപ്രകടനങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ആർ യു ഗൈസ് ഹാപ്പി? ഇനി ബേബീനെ പ്ലേ ചെയ്യാൻ കൂട്ടുവോ തൊമ്മു? ഇനി ബേബീനെ പ്ലേ ചെയ്യാൻ കൂട്ടുവോ? ആണോ? ഓക്കെ 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 ഓക്കെ. ബീറ്റ് ഹാർട്ട് അല്ല, ഹാർട്ട് ബീറ്റ്. അപ്പൊ ഞങ്ങളുടെ ഹോം വെൽക്കമിങ് വീഡിയോ ഇവിടെ കൊണ്ട് തൽക്കാലം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ഹൗസ് ബേബിയുടെ ഹോം വെൽക്കമിങ് വീഡിയോ ആയിരുന്നു നമ്മൾ ഇപ്പം കണ്ടത്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എത്തി ഓൾമോസ്റ്റ് പയ്യെ സെറ്റിൽ ഡൗൺ ആയി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ കുറേ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു, കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ഓഫീസ് എൻ്റെ കൊളീഗ് ഡയാനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. കാരണം എൻ്റെ ക്രേവിങ്സ് മനസ്സിലാക്കി എനിക്കാണെങ്കിൽ ചക്ക ഇല്ലാത്ത സമയത്ത് ചക്കയൊക്കെ എവിടുന്നോ സംഘടിപ്പിച്ചോണ്ട് ചക്ക, കപ്പ, മീൻകറി ഇതൊക്കെ സംഘടിപ്പിച്ചോണ്ട് ഒന്ന് ഉണ്ടാക്കി തന്നിരുന്നു ഡയന് ഞാൻ സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാം. അടുത്തത് എനിക്ക് പിന്നെ സപ്പോർട്ട് നമ്മുടെ ഫാമിലി സപ്പോർട്ട്, നമ്മുടെ പൊന്നി, മെയ്മോള്, സെബാന്, നിഖില്, ഇവരെ നമ്മൾ നല്ലതായിട്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യുന്നു, നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു. അങ്ങനെ അവര്, പിന്നെ കാത്തു നിതിൻ, അവർ നമ്മുടെ സെയിം ബിൽഡിങ്ങിലുള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹെൽപ്പായിരുന്നു. ഡെലിവറിക്ക് നമ്മൾ പോയ സമയത്ത് ഇവന്മാരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തുവിൻ്റെ ഹെൽപ്പ് അയ്യോ നമ്മൾ പറഞ്ഞാലും അതിന് ഇതാവത്തില്ല. കാത്തു നിതിന്, പിന്നെ എല്ലാ ഫ്രണ്ട്സും, എസ്പെഷ്യലി നമ്മുടെ സ്വീറ്റ് ഹാർട്ട്സ് ഫ്രണ്ട്സ്, അതായത് അബി, അബിലു, ഡയന, ആൽബി, അവരെല്ലാവരും നമ്മളെ ആണെങ്കിൽ വിളിച്ചന്വേഷിക്കുന്നു, നമ്മളുടെ കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ മാഹിക്കുറി ടീം, ജോസന്, ലിൻഡോ, അവർ ഫാമിലി എല്ലാവരും, അന്ന, സാൻഡ്ര,
ടിൻസിയ, അങ്ങനെ എല്ലാം നമ്മുടെ ഈ ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ വീക്കെൻഡും നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പൊ അവരെ എല്ലാവരെയും നമ്മൾ ഒത്തിരി താങ്ക്സോട് ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങളുടെ ഈ ജേർണിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി വേറെ ഇനി ഔസക്കുട്ടനുമായിട്ടുള്ള വേറെ പുതിയ വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.